السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമികമായ ഏത് കാര്യങ്ങൾക്കും അത്യുത്തമ മാതൃകയായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃകയാണ്. വഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ചര്യ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യയാണ്. കാര്യങ്ങളിൽ ഏറ്റവും ചീത്തയായത് പിന്നീടുണ്ടാകുന്ന പുത്തൻ കാര്യങ്ങളാണ് മതപരമായി എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം പഠിച്ചവരാണ്. ഞാനിപ്പോഴിത് സൂചിപ്പിക്കുന്നത്, ഞാൻ ഒരു മുസ്ലിയാരുടെ പ്രഭാഷണം കേട്ടു. ആ പ്രഭാഷണം നിങ്ങൾക്കും കേൾക്കാം. നിങ്ങളുടെ കിണറിൽ വെള്ളം കുറവാണോ? മഹാനായ ഇമാം ദൈറബി അതിന് നല്ലൊരു പരിഹാരം പറയുന്നുണ്ട്. സൂറത്തുൽ ഹൂദിലെ 22-23 ആയത്തുകൾ, വഹിയ തജ്രി ബിഹിം എന്ന് തുടങ്ങുന്ന ആ 2 ആയത്ത് 7 ഓടിൻ്റെ കഷ്ണത്തിൻ്റെ മേലെ എഴുതുക. നന്നായി വൃത്തിയായി എഴുതി ഓരോ ഓടിൻ്റെ മേലെയും ഈ ആയത്തുകൾ 100 പ്രാവശ്യം ഓതി ഊതുക. അത് കിണറിലേക്കിട്ടാൽ അവിടെ നല്ല ഉറവ പൊട്ടുന്നതാണ്, നന്നായി വെള്ളമുണ്ടാകും. ആ ആയത്തുകളുടെ മഹത്വം കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ആ കിണറിൽ നല്ല വെള്ളമുയരും. മഹാനായ ഇമാം ദൈറബി അവിടെ നിന്ന് പറഞ്ഞതായി കാണാം. എന്താണതിൽ അദ്ദേഹം പ്രത്യേകമായി എടുത്തുദ്ധരിക്കുന്നത്? അദ്ദേഹം പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കിണറിൽ വെള്ളം കുറവാണോ എന്നാണ് ചോദ്യം. നമ്മുടെ നാടിപ്പോൾ കടുത്ത വേനൽ ചൂടിൽ മഴ വരാത്തൊരു സാഹചര്യത്തിൽ, കിണറുകളൊക്കെ വറ്റി വരണ്ട് കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു ക്ലിപ്പാണിത്. കിണറിൽ വെള്ളം കുറവാണോ, അതിനെന്താ പരിഹാരം? അദ്ദേഹം പറയുന്നത്, മഹാനായ ഇമാം ദൈറബി പരിഹാരം പറയുന്നു. നോക്കണം, ഇതാരാണ് ഈ ഇമാം ദൈറബി? ഇതൊരു സഹാബിയോ അല്ലെങ്കിൽ താബിഇയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടൊരു വിവരം പങ്കുവെക്കുന്നതൊന്നുമല്ല. മറിച്ച് 100-200 കൊല്ലങ്ങൾക്കപ്പുറം ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. ദൈറബി എന്നറിയപ്പെടുന്ന ദൈറബ് എന്ന പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് തോന്നിയ ചില കാര്യങ്ങൾ അദ്ദേഹം ഒരു പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചു. അതാണിപ്പോൾ വലിയ പ്രധാനപ്പെട്ട കാര്യമായിട്ട്. കിണറ്റിൽ വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്ന പരിഹാരം. ഈ ശബ്ദത്തിൽ നമ്മൾ കേട്ടതെന്താണ്? സൂറത്ത് ഹൂദിലെ 22-23 ആയത്തുകൾ. എന്നിട്ട് ആ മുസ്ലിയാർ അതുപോലും ചെക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് സൂറത്ത് ഹൂദിലെ 22-23 ആയത്തുകൾ എന്നാണ്. സൂറത്ത് ഹൂദിലെ 22-23 ആയത്തുകൾ അദ്ദേഹം ഇതിൽ പറയുന്ന ആയത്തുകളേ അല്ല. അത് വ്യക്തമായി കുറേ ഇപ്പുറത്തേക്ക് പോന്നാൽ സൂറത്ത് ഹൂദിൽ 42, അതേപോലെ തന്നെ 43 ഒക്കെ ആയത്തുകളാണ്. 42-43 ആയത്തുകളിലാണ് ഇദ്ദേഹം പറയുന്ന വിഷയമുള്ളത്. അതെന്താ? വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാലി വനാദാ നൂഹൻ ഇബ്നഹു. അതൊന്നും അദ്ദേഹം പറയുന്നില്ല. വഹിയ തജ്രി ബിഹിം എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ഒരു ഓടിൻ കഷ്ണം എടുക്കുക. ഒരു ഓടിൻ കഷ്ണമല്ല, 7 ഓടിൻ്റെ കഷ്ണം എടുക്കണം എന്നാണ്. അപ്പോൾ ഓട്ടിൻ്റെ കഷ്ണം 7 എടുത്തിട്ട് ആ 7 ഈ ആയത്ത് എഴുതണം എന്നാണ്. ഏത്? ഈ സൂറത്ത് ഹൂദിലെ 22-23 ആയത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ നമ്പർ തന്നെ തെറ്റാണ്. ആ നമ്പറിലുള്ള ആയത്തുകൾ ഇദ്ദേഹം ഓതുന്ന ആയത്തല്ല. അത് പോകട്ടെ. അപ്പോൾ അതുപോലും അദ്ദേഹം ഇത് പുറത്തേക്ക് സമൂഹത്തോട് പറയുമ്പോൾ അതുപോലും ശ്രദ്ധിച്ചിട്ടില്ല എന്നുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ എന്ന് പറയുന്ന ആയത്തിൽ ആ ആയത്ത് എന്ത് ചെയ്യണം എന്നാണ്? 2 ആയത്തും ഓടിൻ കഷ്ണത്തിന്മേൽ എഴുതിയിട്ട് ഓരോ ഓടിൻ്റെ മേലെയും ഈ ആയത്തുകൾ എഴുതുന്നതിന് പുറമെ ഓരോ ഓടിൻ കഷ്ണത്തിൻ്റെ മേലെയും ഈ ആയത്തുകൾ 100 പ്രാവശ്യം വീണ്ടും ഓതണം. 100 പ്രാവശ്യം ഓതിയിട്ട് ഈ 2 ആയത്തുകൾ 100 പ്രാവശ്യം ഓതിയിട്ട് ആ ഓട്ടിൻ കഷ്ണത്തിന്മേൽ ഊതണം. എന്നിട്ടത് കിണറ്റിലേക്കിട്ടാൽ നല്ല ഉറവ പൊട്ടും, നല്ല വെള്ളം ഉണ്ടാകുന്നു ദൈറബി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിൽ ഒരു കാര്യം, നമുക്ക് ഏതു മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് എത്രത്തോളം ജലക്ഷാമമുണ്ടായി? സ്വഹാബാക്കളുടെ കാലത്ത് എത്രത്തോളം ജലക്ഷാമമുണ്ടായി? അന്നും കിണറുകൾ വറ്റിവരണ്ടിട്ടില്ലേ? അന്നും പലവിധത്തിലുള്ള പ്രയാസങ്ങൾ ഒട്ടേറെ ഇടങ്ങളിൽ ഉണ്ടായിട്ടില്ലേ?
സൂറത്ത് ഹൂദിലെ വചനങ്ങൾ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനല്ലേ? ഇനി അതല്ല, പരിശുദ്ധ ഖുർആൻ മുഴുവനും അവിടുത്തേക്കല്ലേ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജലക്ഷാമമുണ്ടായപ്പോൾ വല്ല കല്ലിൻ കഷ്ണങ്ങളിന്മേലോ മറ്റോ ഇതുപോലെ ഏതെങ്കിലും ആയത്തുകൾ എഴുതിയിട്ട് നിങ്ങൾ കിണറിലേക്കിടുക, എന്നിട്ട് ആയത്തോതിയിട്ട് അതിന്മേൽ എഴുതണം, ഊതണം എന്നൊക്കെ അവിടുന്ന് ഒരിക്കലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. സഹാബാക്കളുടെ മാതൃകയിലും നമുക്ക് ആ കാര്യം കാണുന്നുമില്ല. അവർ ജലക്ഷാമമുണ്ടായപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മാർത്ഥമായി മനസ്സുരുകിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടി തന്നെ മഴക്ഷാമം ഒഴിവായി കിട്ടുവാൻ വേണ്ടി നമസ്കാരം പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തുമൊക്കെ നിർവഹിക്കുകയാണ് ചെയ്തത്. ആ ചര്യകളൊക്കെ ഈ സമൂഹത്തോട് പഠിപ്പിക്കേണ്ടതിന് പകരം ഇവിടെ ഇത്തരത്തിൽ ഓടിൻ കഷ്ണത്തിന്മേൽ ഈ ആയത്തുകൾ എഴുതുകയും പിന്നീട് അതിന്മേൽ 100 തവണ അത് ഓതി ഊതിയിട്ട് വെള്ളത്തിലിടാനൊക്കെ നിർദ്ദേശിക്കുമ്പോൾ, സഹോദരങ്ങളെ, നബിചര്യയാണ് നമ്മൾ എപ്പോഴും പിൻപറ്റേണ്ടത്. അതാണ് ഉത്തമമായ ചര്യ. മറ്റുള്ളതൊക്കെ ആരൊക്കെയോ അവരുടെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ എഴുതുകയോ പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ പോയി സമയം കളയേണ്ടതില്ല. മറ്റൊരു വലിയ എന്ന് സമൂഹത്തിൽ പറയപ്പെടുന്ന വേങ്ങരക്കാരനായ കോയപ്പാപ്പ എന്ന് പറയുന്നയാളോട് പ്രദേശവാസികൾ ആ കാലഘട്ടത്തിൽ മഴയില്ലാത്ത വെള്ളക്ഷാമത്തെ സംബന്ധിച്ച് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഉടുമുണ്ട് പൊക്കി മൂത്രമൊഴിച്ചു എന്നുള്ള കറാമത്തുകളും നമ്മുടെ സമൂഹത്തിലെ മുസ്ലിയാക്കന്മാർ അവരുടേതായ മാസികകളിൽ എഴുതി പിടിപ്പിച്ചതും കറാമത്തുകളായി ഇന്നും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കൂടിയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. എത്രത്തോളം അധപ്പതിച്ചുപോയി. വെള്ളമില്ല എന്ന് കേട്ടപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് പകരം ഉടുമുണ്ട് പൊക്കി മൂത്രമൊഴിക്കുകയാണ്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന ചര്യയ്ക്ക് ഇവിടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ റബ്ബ് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടാണ്, റബ്ബിൻ്റെ നിർദ്ദേശമില്ലാതെ ഒന്നും ചെയ്യൂല എന്നുള്ളതും കൂടിയാണല്ലോ ഇവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ. പ്രിയമുള്ളവരെ, ഗൗരവത്തോടുകൂടി നിഷ്പക്ഷരായ ആളുകളെങ്കിലും ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഇതിനോട് ചേർത്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. എല്ലാ മേഖലയിലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ചര്യകളുണ്ടല്ലോ. ആത്മാർത്ഥമായ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ, പാപമോചനത്തേട്ടം നടത്തുകയും വെള്ളത്തിന് വേണ്ടി തേടുകയും നിസ്കാരം നിർവഹിക്കുകയും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് കൂടുതൽ തൗബ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ജലക്ഷാമത്തിന് പരിഹാരം കാണേണ്ടത് എന്നുള്ള ആ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ശ്രദ്ധ പതിയേണ്ടത് എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക ചര്യയെ അനുധാവനം ചെയ്യുന്ന വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.